നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. ഇന്ന് വേടൻ നരസിംഹത്തെ പിടിച്ച ഒരു കഥ നമുക്ക് കേൾക്കാം. ശങ്കരാചാര്യസ്വാമികളുടെ ശിഷ്യനായിരുന്നു പത്മപാദർ. ഈ പത്മപാദരാകുന്നതിന് മുമ്പ് നടന്ന ഒരു കഥയാണ്. അദ്ദേഹം അന്ന് സനന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ എങ്കിലും അന്നും അദ്ദേഹം വലിയ ജ്ഞാനിയായിരുന്നു, കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, വലിയ തപസ്വിയായിരുന്നു. അങ്ങനെ എല്ലാവിധത്തിലും എന്താ പറയണ്ടേ, വളരെ ഒരു യോഗി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരാധനാമൂർത്തി നരസിംഹസ്വാമിയാണ്. നരസിംഹസ്വാമിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തപസ് തുടങ്ങി. ചോളരാജ്യത്തിലെ ഒരു കാട്ടിലാണ് തപസ് ചെയ്തതെന്നാണ് കേട്ടിട്ടുള്ളത്. ഇദ്ദേഹം തപസ് തുടങ്ങിയത് മോക്ഷത്തിനോ ഒന്നുമല്ല കേട്ടോ. അദ്ദേഹം തപസ് ചെയ്തത് ഒരു സിദ്ധി കൈവരിക്കാനാണ്. ഈ നമ്മുടെ രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബാലിയുടെ നേരെ നിന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ പകുതി ശക്തി ബാലിക്ക് വരുമെന്ന്. അതുപോലെ ഈ വാദത്തിൽ നേരെ നിന്ന് കൂടെ നിന്ന് വാദിക്കുമ്പോഴുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ, അതായത് ഈ വാദിക്കുന്നയാളുടെ ശക്തി ഈ നമ്മുടെ സനന്ദൻ സ്വാമിക്ക് കിട്ടാനായിട്ടുള്ള ഒരു തപസ്സാണ് അവിടെ ചെയ്യുന്നത്. ഈ നരസിംഹസ്വാമിയുടെ അടുത്ത് മാത്രം ഇത് ഇങ്ങനെയുള്ളൊരു അനുഗ്രഹം കിട്ടുള്ളൂ എന്നറിയും. അതുകൊണ്ട് അദ്ദേഹത്തിന് തപസ് ചെയ്തു. ഇങ്ങനെ ഘോര തപസ്സാണ്. അങ്ങനെ വനത്തിലിരുന്ന് തപസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ആ വനത്തിലുള്ള ഒരു വേടൻ, പേര് ചാത്തൻ എന്നാണ്. ഈ ചാത്തൻ നോക്കുമ്പോഴും നല്ല തേജസ്സുള്ള നല്ല ഒരാളെ കാണുമ്പോഴേ അറിയാം അദ്ദേഹം നിസ്സാരക്കാരനൊന്നും അല്ലെന്ന്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ എന്തോ ഒരു സ്നേഹം തോന്നി, എന്തെങ്കിലും സഹായിക്കണം എന്ന് വിചാരിച്ച ദിവസവും വേടൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ടുപോയി കുറേ പഴങ്ങളും കായ്കനികളും ഇങ്ങനെയൊക്കെ കൊണ്ടുവയ്ക്കും, വെള്ളവും കൊണ്ടുവയ്ക്കും. പക്ഷേ പിറ്റേ ദിവസം ഇദ്ദേഹം അതെടുത്തിട്ടുമില്ല, തൊട്ടിട്ടുമില്ല. ഇങ്ങനെ എന്നും ഇദ്ദേഹം തുടർന്നു. ഒരു ദിവസം നമ്മുടെ സ്വാമി ഉണർന്നിരിക്കുന്ന സമയമാണ്. അപ്പം ചെന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒന്നും കഴിക്കണമൊന്നുമില്ലല്ലോ, ശരീരമൊക്കെ അങ്ങ് വല്ലാതെ ശോഷിച്ചു പോയി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങ് അധികകാലം ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത്ര അദ്ദേഹത്തിൻ്റെ ആ ശാരീരികാവസ്ഥ അത്ര മോശമായി കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങ് എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇത്ര കഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹത്തിന് എന്താ ഈ വേടനോടിപ്പം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ, എന്നാലും ശരി വെറുതെ പറഞ്ഞു, അതിനൊരു ചെറിയ കാര്യമുണ്ട് എന്ന് പറഞ്ഞു. സ്വാമി ആ കാര്യം എന്നോട് പറയൂ, ഞാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായിക്കാം എന്ന് പറഞ്ഞു. വേഗം പറഞ്ഞു, ഞാനൊരു മൃഗത്തെ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. മൃഗമാണോ? ഈ കാട്ടിൽ എന്തോരം മൃഗമുണ്ട് സ്വാമി പറ, ഏത് മൃഗത്തെയാണ് സ്വാമി അന്വേഷിക്കണേ എന്ന് പറഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അല്ല സ്വാമി ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു. എന്നാ പറയാം, ആ മൃഗത്തിന് ഇത് മനുഷ്യൻ്റെ സിംഹത്തിൻ്റെ രൂപമാണ്, രണ്ടും കൂടെ ഉള്ള ഒരു രൂപമാണെന്ന് പറഞ്ഞു. അയ്യോ, ഇത്രയും കാലം ഞാൻ ഈ കാട്ടിൽ മുഴുവൻ നടന്നു, പിന്നെ എൻ്റെ അച്ഛനും അവരൊക്കെ വീട്ടുകാരും ഒക്കെ നടന്നിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ആരും ഇങ്ങനെ ഒരു മൃഗത്തെ ഈ കാട്ടിൽ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടോ സ്വാമി? അപ്പം പറഞ്ഞ് ഉണ്ട്, ഈ വനത്തിലുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ സ്വാമി വിഷമിക്കേണ്ട, ഞാൻ നാളെ തന്നെ അവനെ ഇവിടെ കൊണ്ടുവരും. കാരണം 2 ദിവസം കൂടെ കഴിഞ്ഞാൽ മിക്കവാറും സ്വാമി ഇല്ലാതെയാകും. പിന്നെ ഇത്രയും നല്ലൊരു സ്വാമിക്ക് അങ്ങനെ ഒരു ഗതി വരരുതല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും പിടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയി. എന്നിട്ട് അന്ന് താണ് തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു പുച്ഛത്തിലൊന്ന് മനസ്സിലൊന്ന് ചിരിച്ചു. പിന്നെ ഇവനല്ലേ എന്നുള്ളത് അറിയാമല്ലോ, ഇവൻ എന്നാന്നറിയാൻ മേലെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ പിടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയത്. അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഭാര്യയോട് പറഞ്ഞു, എടി ഇങ്ങനെ ഒരു മൃഗം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്, അതിനെ ഒന്ന് പിടിച്ചുകൊണ്ട് കൊടുക്കണം, എങ്ങനെയാണ് സ്വാമിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്കെന്താ മനുഷ്യ ഭ്രാന്തമുണ്ടോ? കാരണം ഇങ്ങനെ ഒരു മൃഗത്തിനെ എവിടെയെങ്കിലും കാണുമോ, ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
അദ്ദേഹത്തിന് എന്നാലും ശരി രാവിലെ വെളുപ്പിന് തന്നെ ഇദ്ദേഹം എഴുന്നേറ്റു. ഇങ്ങനെ നടന്ന് എല്ലായിടത്തും അന്വേഷിച്ചു. കൂട്ടുകാരോട് പറഞ്ഞു. അവരും പറഞ്ഞു ഇവിടെ എങ്ങും ഇങ്ങനത്തെ ഒന്നുമില്ല, നമ്മൾ ഈ അടിച്ചു പെറുക്കിയിട്ടുള്ളതല്ലേ ഈ കാട് മുഴുവനും, നമ്മളെപ്പോഴും നടന്ന്. പക്ഷേ എന്നാ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. പിന്നെ ഇവിടെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഏയ് സ്വാമി കള്ളം പറയില്ല എന്നും പറഞ്ഞ് പോയി. അങ്ങനെ പോയി ഒരു വലിയ അന്ന് സന്ധ്യയാവും. അപ്പോൾ ഇങ്ങനെ സൂര്യനെ നോക്കുന്ന, സന്ധ്യയ്ക്ക് മുമ്പ് അവിടെ കൊണ്ട് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ ഏറ്റിട്ടല്ലേ വന്നത്. അദ്ദേഹം ഇങ്ങനെ നോക്കി അങ്ങനെ വന്ന് സന്ധ്യ ആവാറായി, സൂര്യൻ അസ്തമിക്കാറായി എന്ന് മനസ്സിലായി. വേഗം മലയുടെ മുകളിലേക്ക് കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ സ്വാമി ഇത് കാണാൻ കൊതിച്ച്, അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യം കാണും, അതിൽ കാണാൻ കൊതിച്ച ഒരു മൃഗമാണ്. ഞാൻ ഇവിടെ മുഴുവനും ഇത്രയും നടന്നിട്ടും കിട്ടിയില്ലല്ലോ. ഞാൻ അങ്ങേ എന്തോരം നോക്കി നടന്നു എൻ്റെ മൃഗമേ, പക്ഷേ കിട്ടിയില്ലല്ലോ. എന്നാൽ ഇനി എനിക്ക് എന്തായാലും രണ്ട് ദിവസം കൂടി വന്നാൽ 2 ദിവസം, അത് കഴിഞ്ഞാൽ എൻ്റെ സ്വാമി ഈ ലോകത്തുനിന്ന് പോകും. അപ്പം ഞാനൊരു വാക്ക് കൊടുത്തിട്ട് അത് സാധിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് പോകുകയെന്ന് പറഞ്ഞാൽ ആ മലയിൽ നിന്ന് എടുത്തൊരൊറ്റ ചാട്ടം താഴേക്ക്. അന്നേരത്തേക്കും ആ കൂർത്ത് നഖങ്ങളുള്ള ഒരു കൈകൾ വന്ന് അവനെ പിടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോഴേ ദേ അങ്ങനെ തന്നെയുള്ള രൂപം, ആ പറയുന്ന പോലെ സിംഹത്തിൻ്റെ ആ വലിയ തലയും, എന്നിട്ട് ആ താഴെ ഇങ്ങനെ ഇതാന്ന് നാക്കിങ്ങനെ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന എന്ന് കണ്ടു. ഭയാനകമായ രൂപം കണ്ടു. പക്ഷേ ഇവന് പേടിയൊന്നും തോന്നിയില്ല കേട്ടോ, കാരണം സ്വാമി അന്വേഷിച്ചതല്ലേ. വെറുതെ എന്നെ പറഞ്ഞു, ആഹാ നീ ഇവിടെ ഉണ്ടായിട്ടാണോ ഇതുവരെ ആ സ്വാമിയുടെ അടുത്തൊന്നും ചെല്ലാത്തത്? അങ്ങനെ അന്വേഷിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നു, വേഗം കുറേ കാട്ടുവള്ളിയൊക്കെ കൊണ്ടുവന്ന് വരിഞ്ഞു കെട്ടി, ഇനി വിട്ടിട്ട് പോകരുതല്ലോ, കയ്യിൽ നിന്ന് പോകരുതല്ലോ, ഒരു കഴുത്തിലൊരു കുടുക്കുമൊക്കെ ഇട്ട് ഒരു വള്ളിയൊക്കെ കെട്ടി വരാനും പറഞ്ഞു ആ സ്വാമിയുടെ അടുത്ത്. അപ്പോൾ ഇവൻ്റെ ആ സ്നേഹവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ നരസിംഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഉടനെ അയ്യോ കരയൊന്നും വേണ്ട കേട്ടോ, വിഷമിക്കേണ്ട, ഒരു പേടിയും വേണ്ട. കാരണം ആ സ്വാമിയാണെങ്കിൽ ഒരു പാവം മനുഷ്യനാണ്. ഞാനാണെങ്കിലും ഒരു വിധത്തിലും ഉപദ്രവിക്കില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും നിന്നോട് പറയാനോ എന്തെങ്കിലും ആയിരിക്കും. ഒന്നവിടെ എൻ്റെ കൂടെ ഒന്ന് വന്നേക്കാം, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പോയതാണ് എന്നും പറഞ്ഞു. ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. പോയ വഴിക്കൊക്കെ ചോദിക്കും, ദാഹിക്കണമുണ്ടോ? ഉടനെ എന്നെ വെള്ളം കൊടുക്കും, വായിലേക്ക് നേരം വായയുടെ എവിടെ ഒരു കെട്ടിട്ടിട്ടുണ്ട്. എന്നിട്ട് വേഗം അത് ഇച്ചിരി അയച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ പോയി ഇദ്ദേഹം ഇങ്ങനെ കണ്ണു അടച്ച് തപസ്സിരിക്കുകയാണല്ലോ. അവിടെ മരിച്ചെന്ന്, സ്വാമി ഇതേ ഞാൻ സ്വാമി പറഞ്ഞ മൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞു. അദ്ദേഹം നോക്കിയപ്പോൾ ഇതേ സനതൻ സ്വാമി നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. പക്ഷേ ഇയാളുടെ കയ്യിലൊരു വള്ളിയുണ്ട്, എന്ന് വെച്ചാൽ എന്തോ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരുന്ന പോലെയുള്ള എന്തേലോ കുടുക്കിയിട്ടിരിക്കുന്ന പോലെ നിന്ന്. എന്തുകൊണ്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ. സ്വാമിക്ക് കാണാൻ മേലെ, ഇതേ ഞാൻ സ്വാമിയുടെ തൊട്ടടുത്തല്ലേ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണത്, ആ സ്വാമി പറഞ്ഞ ആ രൂപത്തെ എന്ന് പറഞ്ഞു. പോടാ നീ ചുമ്മാ, പക്ഷേ നീ എന്നത്തിനാ ഇതെവിടെ ഈ വള്ളി ഏതാണ്ട്. അപ്പോൾ കാരണം ഒരു വള്ളി വെറുതെ വരിച്ചുകൊണ്ട് വരുന്നതും വേറൊരു എണ്ണത്തെ കുടുക്കിയിട്ട് വലിച്ചുകൊണ്ട് വരുന്ന രണ്ടും രണ്ടാണല്ലോ. ഇതെന്നാടാ ഇത് എന്ന് വീണ്ടും ചോദിച്ചു. അന്നേരം ഉടനെ തന്നെ നരസിംഹമൂർത്തി പറഞ്ഞേ, സനന്ദ ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷെ നിനക്കെന്നെ കാണാൻ പറ്റില്ല. ഈ വേടന്, അവൻ്റെ പേര് ചാത്തൻ എന്നാണല്ലോ, ഇവന് എന്നോട് അത്ര സ്നേഹവും ഈ കുറച്ച് ദിവസങ്ങളെയോ അല്ലെങ്കിലും എന്തോരം തീക്ഷ്ണമായിട്ട് അവനെന്നെ അന്വേഷിച്ച് എന്നെ കാണണമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവനെൻ്റെ രൂപം കാണിച്ചു കൊടുത്ത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് നീ കണ്ടില്ലെങ്കിലും ഞാൻ നിൻ്റെ കൂടെ എപ്പോഴുമുണ്ട് എന്നും പറഞ്ഞു പോയി. അദ്ദേഹം വീണ്ടും സനന്ദൻ സ്വാമിയാണ് പത്മപാദരായത്. അതെന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം ഓരോ പദവും പാദം ഇങ്ങനെ വയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, താമരപ്പൂക്കൾ അതിൻ്റെ അടി വരുമായിരുന്നതാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പാദം നോവാതിരിക്കാൻ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് പത്മപാദരെന്നായത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.